ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഇന്ന് മുതൽ വീണ്ടും ക്ലാസ് ഇടുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ XCERT ടെക്സ്റ്റിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും പേജാണ് ഓരോ പേജായിട്ടത് ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ പേജുകൾ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, മൊത്തം ടെക്സ്റ്റ് ബുക്ക് ഇതിനകത്തുണ്ട്, ഓരോ പേജായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പോയിൻറ്റ്സ് ഞാൻ ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ്. 4ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 4ാമത്തെ ക്ലാസ് വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 5ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ആഹാരം ആരോഗ്യത്തിന്. 1ാമത്തെ ചോദ്യം, ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാം? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്ന ധർമ്മം നിർവഹിക്കുന്നത് ധാന്യകമാണ്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആരാണ്? ധാന്യകം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകരമായ പ്രധാന ആഹാര ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടീനാണ്. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമെന്ന് ചോദിച്ചാൽ അതെന്താണ്? പ്രോട്ടീൻ. ഇനി അയഡിൻ ലായനി എന്തിനാണ്? അന്നജത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനാണ്. അയഡിൻ ലായനി ഏതുമായി ബന്ധപ്പെട്ടതാണ്? അന്നജത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ളതാണ്. ഇനി ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാവശ്യമായ പ്രധാന ഘടകം ഏതാണ്? അത് പ്രോട്ടീനാണ്. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാവശ്യമായ പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. ഇനി അന്നജം ധാരാളമായി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളുമാണ്. അന്നജം ധാരാളമായി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും. ഇനി ഒരു പ്രസ്താവന പറയാം, അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. ഓക്കെ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ മാംസത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ്. ഇത് ശരിയാണോ? ഇത് ശരിയാണ്. അപ്പോൾ മാംസത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. അടുത്ത ചോദ്യം, അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ഇവ എന്താണ്? ഇവ ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. അപ്പോൾ ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവയാണ്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ ഈ 2 പോയിന്റിനെ പറ്റിയുള്ള ഒരു പാരഗ്രാഫ് അതിൽ കൊടുത്തിട്ടുണ്ട്, ഞാനത് വായിക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അടുത്ത ചോദ്യം, മാംസത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. എന്താണ്? മാംസത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. അപ്പോൾ അത് വന്നാൽ ശരീരം ശോഷിച്ചും വയറ് വീർത്തും ഇരിക്കുമെന്നാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, മാംസത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. ഈ രോഗം ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയറ് വീർത്തും ഇരിക്കും. അപ്പോൾ ഈ രോഗം ഏതാണ്? ക്വാഷിയോർക്കർ. അടുത്ത ചോദ്യം, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതാണ്? അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ നമുക്കറിയാം ഏതൊക്കെയാണ്? ADEK ആണ്. ഓക്കെ, ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ഇനി കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ A ആണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ A. ഇനി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ D ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ D ആണ്. കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായ വിറ്റാമിൻ D ആണ്. എന്താണ്? കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായ വിറ്റാമിൻ D ആണ്. ഇനി ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ B. ഏതാണ്? ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം,
ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ബി. ഇനി ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? അത് സി ആണ്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ സി ആണ്. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ ഇ ആണ്. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വൈറ്റമിൻ ഇ. ഇനി വേവിക്കുമ്പോൾ പഴങ്ങളിലും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്നതാണ് വിറ്റാമിൻ സി. വേവിക്കുമ്പോൾ പഴങ്ങളിലും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് ഏത്? വൈറ്റമിൻ സി. ഇനി ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം അടങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന പരീക്ഷണമാണ് അയഡിൻ ടെസ്റ്റ്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം അടങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന പരീക്ഷണം എന്താണ്? അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം ഏതാണ്? കടും നീലയാണ്. ഓക്കെ, അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം കടും നീലയാണ്. ഇനി എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതു ലവണം ഏതാണ്? അത് കാൽഷ്യവും ഫോസ്ഫറസും ആണ്. എന്താണ് ചോദ്യം? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതു ലവണമാണ് കാൽഷ്യവും ഫോസ്ഫറസും. അടുത്ത ചോദ്യം, ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ലവണമാണ് ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ലവണമാണ് ഇരുമ്പ്. അടുത്ത ചോദ്യം, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതു ലവണമാണ് അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതു ലവണമാണ് അയഡിൻ. അനീമിയ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറയുന്നത് മൂലമാണ്. അപ്പോൾ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം എന്താണ്? അനീമിയ. ഏതു വൈറ്റമിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്? ഏതാണ്? വൈറ്റമിൻ ബി ആണ്. അപ്പോൾ വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് വായ്പുണ്ണ്. ഡാഷ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. ഏതാണ്? അയഡിൻ ആണ്. അയഡിൻ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. അടുത്ത ചോദ്യം, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളിൽ രാസവസ്തുക്കൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം എന്താണ്? എന്താണ് ചോദ്യം? പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളിൽ രാസവസ്തുക്കൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് വയലറ്റ്. ഇനി ഞാൻ 3 രോഗവും അത് ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത രോഗമാണെന്നും പറയാം. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം ഏതാണ്? അത് സ്കർവിയാണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം സ്കർവിയാണ്. വൈറ്റമിൻ ഡിയുടെ ആണെങ്കിലോ അത് കണയാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം കണ. ഇനി വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം ഏതാണ്? അത് നിശാന്തതയാണ്. ഓക്കെ, അപ്പോൾ സി ആണെങ്കിൽ സ്കർവി, ഡി ആണെങ്കിൽ കണ, വൈറ്റമിൻ എ ആണെങ്കിൽ നിശാന്തത. ഇനി പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ സഹായിക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ സഹായിക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? അത് ഒന്ന് കോപ്പർ സൾഫേറ്റ് ആണ്, മറ്റൊന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ സഹായിക്കുന്ന രാസവസ്തുക്കളാണ് കോപ്പർ സൾഫേറ്റും പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും. അടുത്ത ചോദ്യം, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ ഇ ആണ്. കൊളസ്ട്രോളിൻ്റെ നോർമൽ ലെവൽ എത്രയാണ്? 200 mg/dl ആണ്. ഓക്കെ, കൊളസ്ട്രോളിൻ്റെ നോർമൽ ലെവൽ എത്രയാണ്? 200 mg/dl ആണ്. ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകമാണ് നാരുകൾ. ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകം ഏതാണ്? നാരുകൾ. ഇനി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എത്രയാണ്? 70 to 110 mg/dl ആണ്. ഓക്കെ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എത്രയാണ്? 700 to 110 mg/dl ആണ്. തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ്? 85%. തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് 85%.
രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് 90%. ഓക്കെ, അത് മാറിപ്പോകരുത്. തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് 85%, എന്നാൽ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് 90%. ഇനി പ്രധാനമായിട്ട് ടെക്സ്റ്റിൽ നമ്മുടെ വൈറ്റമിനുകളും അതിൻ്റെ അപര്യാപ്തത രോഗവും അതിൻ്റെ ലക്ഷണവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം നിശാന്തത, അതിൻ്റെ ലക്ഷണം എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഇനി വൈറ്റമിൻ ബി ആണെങ്കിൽ അപര്യാപ്തത രോഗം ഏതാണ്? വായ്പുണ്ണാണ്. അതിൻ്റെ ലക്ഷണം വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി വൈറ്റമിൻ സിയുടെ ആണെങ്കിൽ സ്കർവിയാണ്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്നു. വൈറ്റമിൻ ഡി ആണെങ്കിലോ അപര്യാപ്തത രോഗം ഏതാണ്? കണയാണ്. കണയുടെ ലക്ഷണം എന്താണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇനി ഇരുമ്പിൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്? അത് അനീമിയയാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണമാണ് രക്തക്കുറവും വിളർച്ചയും. ഇനി അയഡിൻ്റെ അപര്യാപ്തത രോഗമാണ് ഗോയിറ്റർ. അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണ്? തൊണ്ടയിൽ മുഴയാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം കഴിക്കേണ്ട പച്ചക്കറിയുടെ അളവാണ് 295 ഗ്രാം. ഓക്കെ, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം കഴിക്കേണ്ട പച്ചക്കറിയുടെ അളവാണ് 295 ഗ്രാം. ഇനി നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകം ഏതാണ്? സെല്ലുലോസ് ആണ്. നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകം എന്താണ്? സെല്ലുലോസ് ആണ്. എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ്? 25%. എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് 25%. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ ടെക്സ്റ്റിലുള്ള എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് വായിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.